നിങ്ങളിൽ പലരും പല പ്രാവശ്യം ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും ഡോക്ടർ പറയുന്നത് നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചെയ്യുന്ന ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എന്ത് തന്നെ ആയാലും അത് പോസിറ്റീവ് ആകുമെന്ന്. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സൈക്കോളജിക്കൽ സ്ട്രെസ് മെഷർ ചെയ്യുന്നത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. ജനറലി 2 മെത്തേഡ്സ് ഉണ്ട്. ആദ്യത്തെ മെത്തേഡ് ഈസിയാണ്. IVF ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്നവരോട് തന്നെ ചോദിക്കാം ടെൻഷൻ ഉണ്ടോ ഇല്ലയോ എന്ന്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഹോർമോൺസിൻ്റെയും മറ്റ് മാർക്കേഴ്സിൻ്റെയും ബ്ലഡിലുള്ള ടെസ്റ്റാണ്. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ സിനാരിയോയിൽ ഓഫ് കോഴ്സ് ഒട്ടുമിക്ക ഫാമിലീസും കപ്പിൾസിന് ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ വന്നാൽ പ്രശ്നവും സ്ട്രെസ്സും കൂട്ടുകയാണ് ചെയ്യുന്നത്. പേഷ്യൻസ് IVF ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ തന്നെ ഓൾറെഡി ഒരുപാട് സ്ട്രെസ് ആയിട്ടുണ്ടാകും. അതിൻ്റെ കൂടെ IVF ട്രീറ്റ്മെൻറ്റിനെ പറ്റി കൂടുതൽ അറിയുമ്പോൾ സ്ട്രെസ്സും കൂടും. അപ്പോൾ നിങ്ങളുടെ ആ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ പറ്റുന്ന, നന്നായിട്ട് ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റുന്ന, IVF ട്രീറ്റ്മെൻറ്റ് നേച്ചർ ശരിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുന്ന ഡോക്ടറിനെ വേണം നിങ്ങൾ കൺസൾട്ട് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങളെ തന്നെ ഇൻഫോർമേഷൻ തെറാപ്പി കൊണ്ട് ഇമ്മ്യൂണൈസ് ചെയ്യുക. എന്താണ് IVF എന്നും ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ സ്റ്റെപ്സ് ഒക്കെ എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്നും ഒക്കെ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാനും സ്ട്രെസ് കുറയ്ക്കാനും സാധിക്കും. ഫസ്റ്റ് IVF സൈക്കിൾ ഫെയിൽ ആയാലും അത് വേൾഡിൻ്റെ എൻഡ് അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. റിപ്പീറ്റഡ് ആയി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം എന്നും നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓവറി ടു ഓവറി റിസൾട്ട് വ്യത്യാസമുണ്ടാകും. ഈ ഒരു കാര്യം ചിന്തിച്ച് നിങ്ങൾ അൺനെസസറി ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഈ ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യുന്നത് തന്നെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഡിസ്കഷൻ എത്രയും കുറയ്ക്കുന്നോ അത്രയും നിങ്ങൾക്ക് സ്ട്രെസ് ലെവൽ കുറഞ്ഞു നിൽക്കും. നിങ്ങൾ IVFൻ്റെ പ്രൊസീജിയറിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു പോസിറ്റീവും ഹോളിസ്റ്റിക്കുമായ അപ്രോച്ചാണ് വേണ്ടത്. നെഗറ്റീവ് റിസൾട്ടിനെ പറ്റി നിങ്ങൾ അന്നേരം ചിന്തിക്കുകയേ ചെയ്യരുത്. പക്ഷേ നെഗറ്റീവ് റിസൾട്ടും ഒപ്പം പോസിറ്റീവ് റിസൾട്ടും രണ്ടും ഫേസ് ചെയ്യാനുള്ള ഒരു കറേജ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകണം. IVFന് പോകേണ്ടി വന്നാൽ ഒരുപാട് പേര് ഇപ്പോഴും ചിന്തിക്കുന്നത് അവർക്കെന്തോ ഒരു കുറവുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നേ എന്നാണ്. ഈ ഒരു തിങ്കിങ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റണം. ഇതൊരു നെഗറ്റീവ് തോട്ട് തന്നെയാണ്. നിങ്ങൾ ഒരു പോസിറ്റിവിറ്റിയോട് കൂടെ മാത്രമേ ഈ ട്രീറ്റ്മെൻറ്റിനെ സമീപിക്കാവൂ. IVF ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ എന്തായാലും മണി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സൈഡിൽ നിന്ന് കെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് തന്നെ ആയിരിക്കും എന്ന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ എന്തായാലും റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് IVF ട്രീറ്റ്മെൻറ്റ് സമയത്ത് ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യം ഇല്ല. ബട്ട് നിങ്ങൾക്ക് അഡിക്വേറ്റ് റെസ്റ്റ് ആവശ്യമാണ്. ഡയറ്റ് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. മെഡിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ടൈമിൽ ഡോക്ടർ ചാർട്ട് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ എടുക്കുക. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡെഡിക്കേറ്റഡ് വീഡിയോ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. IVFൻ്റെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് നിങ്ങൾ 3-4 മണിക്കൂർ ഹോസ്പിറ്റലിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ലൈറ്റ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പാർട്ട്ണർ സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും സ്ട്രെസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. IVFന് മുമ്പായി ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തെന്ന് വരാം. ചിലപ്പോൾ ഒരു ടെസ്റ്റും ചെയ്തില്ലെന്നും വരാം. അത് പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് ഡിഫർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് IVFന് മുമ്പായി എന്തെങ്കിലും ടെസ്റ്റ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് ടെൻഷനും സ്ട്രെസ്സും ആവാതിരിക്കുക. IVF എന്ന് പറയുന്ന പ്രൊസീജിയർ കൊണ്ട് ഫൈനാൻഷ്യൽ സ്ട്രെസ്സും കപ്പിൾസിന് ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ആ ടെസ്റ്റ് ഒക്കെ ചെയ്യിക്കുന്നത്. IVF ത്രൂ നിങ്ങൾ കറക്റ്റായിട്ട് കൺസീവ് ആകുമോ, നിങ്ങളുടെ കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. IVF ട്രീറ്റ്മെൻറ്റിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ ടൈംലി മെഡിസിൻസ് എടുക്കാൻ ശ്രമിക്കുക. ഇഞ്ചക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കറക്റ്റ് ഡോസിൽ ഡോക്ടർ പറയുന്നത് പോലെ തന്നെ കറക്റ്റ് ടൈമിൽ എടുപ്പിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. മെഡിറ്റേഷൻ, ലൈറ്റ് വാക്ക് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ IVF സക്സസ് റേറ്റ് അപ് ടു 3 times കൂട്ടും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഈ പോയിന്റ്സ് എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്നത്. ലാസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻറ്റുമായ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫിസിക്കലി എവിടെയാണോ പ്രസൻറ്റ് മെൻ്റലിയും നിങ്ങൾ അവിടെ തന്നെ പ്രസൻറ്റ് ആയിരിക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വൈഫിനെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. പിന്നെ അടുത്ത ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്വയം സ്ട്രോങ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുക. എന്താണ് IVF ട്രീറ്റ്മെൻറ്റിൻ്റെ ബിഗ് പ്രോബ്ലം? ഓഫ് കോഴ്സ് IVF എക്സ്പെൻസീവ് ആണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. IVF ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് സൈക്കിൾസിലൂടെ കടന്നു പോകേണ്ടി വരാറുണ്ട്. നിങ്ങൾ ഒരുപാട് ടെൻഷനിലായിരിക്കും ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് എന്താകും എന്നോർത്ത്. അത് നോർമലാണ്. പക്ഷേ നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം IVFനെ പറ്റി അറിയാൻ ശ്രമിക്കുക. IVFൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ്, കറക്റ്റ് പ്രൊസീജിയർ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം നിങ്ങൾ നന്നായിട്ട് അറിയുക. ഇഞ്ചക്ഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുക. അങ്ങനെ അറിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്ട്രെസ് കുറഞ്ഞു കിട്ടും.